നമസ്കാരം. മലയാള സിനിമയിൽ ഒട്ടനവധി താരങ്ങളുണ്ടെങ്കിലും സൂപ്പർ സ്റ്റാറുകളുണ്ടെങ്കിലും മലയാളികൾക്ക് കണ്ടും സ്നേഹിച്ചതും മതിവരാത്ത താരം മോഹൻലാലാണ്. മണിക്കൂറുകളോളം ക്യൂ നിന്ന് തങ്ങളുടെ ലാലേട്ടനൊപ്പം കഴിഞ്ഞ ദിവസവും ഫോട്ടോ പകർത്താൻ എത്തിയത് നൂറുകണക്കിന് ആളുകളുമാണ്. അവരിൽ കൈക്കുഞ്ഞു മുതൽ പ്രായമായ മുത്തശ്ശിമാർ വരെ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു കൗതുകം. അത്രമേൽ സ്നേഹിക്കപ്പെടുന്ന നടനാണെങ്കിലും താരത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിദ്വേഷ കമൻറ്റുകളും പോസ്റ്റുകളും കുറവൊന്നുമല്ല. നടൻ്റെ ഓരോ ചലനവും സൂക്ഷ്മമായി വീക്ഷിച്ച് അതിൻ്റെ പോരായ്മകൾ കണ്ടെത്തുന്നവരുടെ എണ്ണം സോഷ്യൽ മീഡിയയിൽ വരവോടെ വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആരാധകർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത താരത്തിൻ്റെ വീഡിയോ പുറത്തു വന്നതും വിമർശനം ഉയരുന്നു. കുട്ടികളെ കൊഞ്ചിച്ചല്ലേ, ജാട കാണിച്ചു, സ്നേഹത്തോടെ പെരുമാറുകയായിരുന്നു എന്നെല്ലാമായിരുന്നു അവയിൽ ചില കമൻറ്റുകളും. ഇപ്പോഴിതാ മോഹൻലാലിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പാണ് ശ്രദ്ധയും നേടുന്നത്. മോഹൻലാലായിരിക്കുക എന്നത് എളുപ്പമൊന്നുമല്ല. സിനിമയിൽ വന്ന കാലം മുതൽ അദ്ദേഹത്തെ ചൂഷണം ചെയ്ത് ചില മനുഷ്യരും കുറിച്ചും കുറിപ്പിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. അത് ഇങ്ങനെയായിരുന്നു. ഒരിക്കൽ ശോഭന ജോർജ് MLA, ക്രൈം ഫയർ മാഗസിൻ എഡിറ്റർ നന്ദകുമാർ എന്നെ അപകീർത്തിപ്പെടുത്തുന്നതുമായി ഭീഷണിപ്പെടുത്തി പണം തട്ടുവാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി EK നായർക്ക് നൽകിയൊരു പരാതിയുണ്ട്. അതിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: നന്ദകുമാർ എന്നോട് ഫോണിൽ പറയുകയാണ്, നിങ്ങളുടെ ചിത്രങ്ങൾ വെച്ച് ഞാൻ എനിക്ക് തോന്നിയ പോലെ നിറം പഠിപ്പിച്ച് കഥകൾ എഴുതി പ്രിൻ്റ് ചെയ്തിറക്കും. നിങ്ങൾക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കുവാൻ പറ്റില്ല. അത് ഒഴിവാക്കുവാൻ 5 ലക്ഷം രൂപ നൽകണം. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെക്കാൾ ഒട്ടും താഴെയല്ല സുകുമാർ അഴീക്കോടും മോഹൻലാലും ഒന്നും. നിങ്ങൾ അനുഭവം കൊണ്ടേ പഠിക്കുന്നുവെന്ന് വാശി പിടിക്കരുത് എന്നായിരുന്നു ആ വാചകം. ആ പരാതിയിലെ മോഹൻലാൽ എന്ന പേര് കണ്ടപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് കൗമാരക്കാരനായ എൻ്റെ കൈകളിലേക്ക് കൈമാറിയ ആ ക്രൈം ഫയൽ വാരികയുടെ മുഖചിത്രവും ക്യാപ്ഷനും ഓർമ്മ വന്നത്. അതിലെ മുഖചിത്രം മലയാളം കണ്ട ഏറ്റവും ഐശ്വര്യമുള്ള ആ നായകൻ്റേതായിരുന്നു. ഹെഡിങ്: മോഹൻലാലിന് എയ്ഡ്സ്, നടിമാർ പരിഭ്രാന്തിയിൽ. ഇതായിരുന്നു. ലാലിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുവാനുള്ള ശ്രമം പൊളിഞ്ഞപ്പോൾ പക തീർക്കുവാനുള്ള നന്ദകുമാറിൻ്റെ ശ്രമം അത്രയും തരം താഴ്ന്നതായിരുന്നു. ഇതിനെക്കുറിച്ച് പിന്നീടൊരിക്കൽ വളരെ അലങ്കാരമായി നന്ദകുമാറും ഓർത്തിട്ടുണ്ട്. ലാലിൻ്റെ മുഖചിത്രവും ഇങ്ങനെയൊരു ക്യാപ്ഷനും വെച്ച് വാരിക പ്രിൻ്റ് ചെയ്ത് ഇറക്കിയതേ ഓർമ്മയുള്ളൂ. കോപ്പി വിറ്റ് പോകുന്ന പോക്ക് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ടിപ്പറെ വരെ പ്രിൻ്റ് ചെയ്ത കോപ്പികൾ കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ലാഭം കിട്ടിയ ലക്കമായിരുന്നു അത് എന്നൊക്കെയാണ് അയാൾ ഓർത്തെടുത്ത് പറയുന്നത്. ആ മനുഷ്യൻ്റെ അഭിമാനം വിറ്റ് വേറൊരുത്തൻ കഞ്ഞി കുടിക്കുന്ന കാഴ്ച. മികച്ച നടനുള്ള ദേശീയ അവാർഡ് പരിഗണന വേളയിൽ കാരണമില്ലാതെ തള്ളിക്കളയരുത് കണ്ടു. വ്യക്തി ജീവിതത്തിലെ ഓരോ നീക്കങ്ങളും സോഷ്യൽ മീഡിയയും വളരെയധികം ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. മോഹൻലാൽ ഈസ് നോട്ട് ഈസി എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്ന വാചകവും. നിങ്ങൾക്ക് മോഹൻലാൽ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.